ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ ആഘോഷിച്ചല്ലോ, ഹാപ്പി ആയിട്ടിരിക്കുവാണല്ലോ. ഞങ്ങളുടെ ഇവിടെ പെരുന്നാൾ നാളെയാണ് കേട്ടോ. അത് കാരണമാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാനത്. അപ്പോൾ ഇൻഷാ അള്ളാ നാളെ ഉറപ്പായിട്ടും ഇടും. അപ്പോൾ ഞാൻ ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. സവാള, മൈദ, മുട്ട, തക്കാളി, പച്ചമുളക്, കറിവേപ്പില. ആദ്യമായിട്ട് നമുക്കൊരു പാൻ എടുക്കാം. അതിനകത്തോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ഹീറ്റ് ആകുമ്പം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴറ്റി വരാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞാനിവിടെ 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ അതിനകത്ത് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നന്നായിട്ടിട്ട് വഴറ്റിയതിന് ശേഷം ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ 1/2 സ്പൂൺ ജീരകപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഇത്രയുമാണ് ചേർത്ത് കൊടുത്തത്. എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണവും ഒക്കെ ഒന്ന് മാറി പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിന് വേണ്ടിയാണ് വഴറ്റി കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് വേണം മുട്ട അതിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ. ഒന്നിച്ചൊഴിക്കുകയാണെങ്കിൽ മുട്ട കട്ട പിടിച്ചു പോകും. അതുമാത്രമല്ല വലിയ പീസായിട്ട് വരും. അപ്പോൾ ചെറുതായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാമെങ്കിൽ കട്ട പിടിക്കത്തില്ല. അതിനുവേണ്ടി ഞാനിവിടെ ചെറുതായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഞാൻ വഴറ്റി എടുത്തിട്ടുണ്ട്. മുട്ടയൊക്കെ നല്ലതായിട്ട് അതിനകത്ത് മിക്സായി കറക്റ്റ് പരുവമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൈദാമാവ് എടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് മൈദാമാവ് എടുത്ത് കുറച്ച് വാട്ടർ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ചേർത്ത് നമുക്ക് ചപ്പാത്തി മാവിനൊക്കെ കുഴക്കത്തില്ലേ, അതേ രൂപത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് അയഞ്ഞു വരണം. അപ്പോൾ അയച്ച് ഞാൻ എടുക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് അയച്ചെടുക്കുക. അതിനുശേഷം നമുക്കത് ചെറിയ ഉരുളകളാക്കി ഒന്ന് പരത്തിയെടുക്കാം. ഞാൻ പരത്തുന്നുണ്ടോ ഇതേ രീതിയിൽ വേണം പരത്തിയെടുക്കാൻ. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഞാൻ മുട്ട ബുർജി അതിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് വെച്ചിട്ട് 2 സൈഡും ആദ്യം ഫസ്റ്റ് ഈ സൈഡ് മടക്കുക. മടക്കിയതിന് ശേഷം നമുക്ക് 2 സൈഡും ഒന്ന് മടക്കി കൊടുക്കാം. ഞാൻ മടക്കുന്ന കണ്ടോ, ഇതേ രീതിയിൽ മടക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. ഇതുപോലെ ചുരുട്ടിയെടുക്കുക. അപ്പോൾ ഞാൻ ബാലൻസ് കൂടെ ഒന്ന് റെഡി ആക്കിക്കൊണ്ട് വരട്ടെ. അപ്പോൾ കണ്ടല്ലേ, ഇതേ രൂപത്തിൽ ചുരുട്ടിയെടുക്കുക. ബാലൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടില്ലേ? എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ഹീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഞാനിനി പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ, അമ്മുക്കുട്ടി എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ലേ? അപ്പം നമുക്ക് അടിപൊളി വീഡിയോയുമായി നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.